സർക്കാരിൻ്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇത് സംബന്ധിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിയമപരമായ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമപരമായ കാര്യമാണ്. അതിന് കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പൊതുവിലെ റിപ്പോർട്ടിൽ. അത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു. അത് കൃത്യമായ അന്വേഷണം നടക്കുകയും കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യും. അത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന പല വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ കാണണം. അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ആ അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതകൾ വരും. ആ കാര്യങ്ങളിൽ നിന്നൊന്നും ആരും മാറി നിൽക്കുന്നില്ല. പക്ഷേ ഇത് ഒരു പുകമറ സൃഷ്ടിച്ച ഒരു കലാപവും ബഹളം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇതൊരു വളരെ ജെന്യുവിനായ ഇഷ്യൂ ആണ് കേരളത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പൊതുവിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വന്നതിൻ്റെ ഭാഗമായി കുറേ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഗവൺമെൻറ് വളരെ ശക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊരു വലിയ പോലീസ് ടീമുണ്ട്. ഇതെല്ലാം നടക്കുകയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ വരിക, അതിനടിസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു, ആ അന്വേഷണം വരിക. അന്വേഷണം നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വരും. അതിൻ്റെ പേരിലുണ്ടാകുന്ന രാഷ്ട്രീയമായ മുതലെടുപ്പും വിവാദങ്ങളും ശരിയായ കാര്യമല്ല. ഞാൻ ഈ കാര്യം പറഞ്ഞത് അതിനകത്ത് വളരെ കൃത്യതയുണ്ട്. ഒരു പരാതികൾ വന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. അദ്ദേഹവും ഇത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും മറ്റൊരു സ്ഥലത്തെ പോലെ മറ്റൊരു സംസ്ഥാനത്തെയോ മറ്റൊരു പ്രദേശത്തെ പോലെ അല്ല. വളരെ സുതാര്യമായ കാര്യങ്ങളും അന്വേഷണം നടക്കുകയാണ്. അതിനെ പിടിച്ചിട്ട് അനാവശ്യമായ മറ്റു കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കൃത്യമായ അന്വേഷണവും വസ്തുതകൾ പുറത്തു വരികയും ചെയ്യും. ആ കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇതുപോലെ പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം വളരെ ക്ലിയറായി ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് മാത്രമല്ല, പാർട്ടിയും ഗവൺമെൻറ്റും ഒരു വിഷയമല്ലല്ലോ ഇത്. പ്രതിരോധത്തിലല്ല. ഈ കാര്യത്തിനകത്ത് ഏറ്റവും കൃത്യമായ നിലപാടെടുത്തത് കേരളം എടുത്തൊരു ന്യായമായ നിലപാടാണ്. ആ നിലപാട് പൊതുവിലുള്ള നിലപാടാണ്. നിങ്ങളിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കേസുകൾ കേന്ദ്രീകരിച്ച് പറയാൻ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതും കുറ്റവിചാരണ നടത്തുന്നതുമായ രീതി ശരിയല്ല. ഞാനീ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കൂ. അതുകൊണ്ട് അധികം സംസാരിക്കുന്നേ ഇല്ല. പക്ഷേ വസ്തുത എന്താ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടക്കട്ടെ. പൊതുവിലൊരു അന്വേഷണ ഏജൻസി ഉണ്ട്, കാര്യങ്ങളുണ്ട്. വളരെ വലിയ ഒരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. അത് വരട്ടെ. അതിനകത്ത് വേറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കേണ്ട. ഞാൻ ആ പൊതുവിലായ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി ഞങ്ങളാരും പറയാതിരുന്നിട്ടില്ല. പാർട്ടി നേതൃത്വം തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയാതിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ വേറൊന്നും പറഞ്ഞറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് മുഴുവൻ കൊടുക്കത്തില്ല, കട്ട് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യം മായ്ക്കാനോ മറയ്ക്കാനോ ഒന്നും പാർട്ടിക്ക് താല്പര്യമില്ല, ഗവൺമെൻറ്റിന് താല്പര്യമില്ല. പക്ഷേ വസ്തുതകളായിരിക്കണം. ഇതിൻ്റെ പേരിൽ തെറ്റായും പല കാര്യങ്ങളും വരുന്നോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ അന്വേഷണം വരുന്നത്. അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അന്വേഷണമാണ്. 4 വനിതാ IPS ഓഫീസർമാരുൾപ്പെടെ വളരെ സീനിയറായ ഓഫീസർമാരുൾപ്പെടെ അന്വേഷണമല്ലേ വരുന്നത്. ആ അന്വേഷണം വരുന്നു. അന്വേഷണം കൃത്യമായിട്ട് വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുക എന്നല്ലാതെ നമ്മളൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ലൊന്നിനും. അതായത് കൃത്യമായ അന്വേഷണമാണ്. അതിനകത്ത് ഒട്ടും മറച്ചു വച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പും ഒക്കെ ഇടപെട്ടതാണല്ലോ. അപ്പോൾ പോലീസിനെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം വരട്ടെ. അല്ലാതെ നമ്മൾ ഇന്ന ആൾ അങ്ങനെ നമ്മൾ പറയാവുന്നൊരു സ്ഥിതിയിലേക്കല്ല. അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് വരും.